ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത നടപടിയുമായി അമേരിക്ക. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള മെമ്മോറണ്ടത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഉപരോധ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ ദുഃഖമുണ്ടെന്നും ഇറാന്റെ പ്രകോപനപരമായ പ്രവർത്തനങ്ങളാണ് ഈ അവസ്ഥ സൃഷ്ടിച്ചതെന്നും ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇറാന്റെ ആണവ ഏജൻസികൾ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. ഇറാൻ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് റിസർച്ചിൻ്റെ മറവിൽ മറ്റ് ചില അന്താരാഷ്ട്ര ഇടപാടുകളുടെ മറവിൽ ഇറാൻ പ്രധാനപ്പെട്ട 2 ന്യൂക്ലിയർ സൈറ്റുകളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കം ഇറാൻ ആരംഭിച്ചിട്ട് നാളേറെയായി. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉപഗ്രഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ചാരക്കണ്ണുകളിൽ നിന്ന് ഇവയെ മാറ്റി നിർത്തുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിക്കടിയിൽ നിർമ്മിച്ച പടുകൂറ്റൻ ടണലുകളിലാണ് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത്. നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇതിനകം തന്നെ ഇറാൻ വിജയിച്ചു എന്നുള്ള വിവരങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഉത്തര കൊറിയയുടെ സാങ്കേതിക സഹായത്തോടെ, ഉത്തര കൊറിയയുടെ മറ്റ് ശാസ്ത്ര സഹായത്തോടു കൂടിയാണ് അവർ നൽകിയ ഡിസൈൻ അനുസരിച്ചാണ് ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത്. അറബ് രാജ്യങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചൊരു വിവരമായിരുന്നു ഇത്. കാരണം ഇറാൻ്റെ പക്കൽ ആണവായുധം ലഭിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കെന്നല്ല, ഇസ്ലാമിക രാജ്യങ്ങൾക്കെന്നല്ല, ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും അത് ഭീഷണിയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആർക്കെതിരെയും ആ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ഒരിക്കലും ഇറാൻ മടിക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനെതിരെ കടുത്ത ഉപരോധ നടപടികളുമായി വീണ്ടും ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ട്രംപ് ഭരണകൂടവും ഇറാനെതിരെ കടുത്ത ഉപരോധ നടപടികൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നാലെ വന്ന ജോ ബൈഡൻ ഭരണകൂടം അവ കുറേശ്ശെ മരവിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ട്രംപ് അധികാരമേറ്റ ശേഷം നിരന്തരമായി ഇറാൻ ഉണ്ടാക്കുന്ന പ്രകോപനപരമായ വിഷയങ്ങളെ തുടർന്ന് ഇറാനെതിരെ കടുത്ത ഉപരോധ നടപടികളുമായി മുന്നോട്ട് പോകാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മെമ്മോറണ്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ഇത് സംബന്ധിച്ച നിർദ്ദേശം ട്രംപ് നൽകിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാനെതിരെ വിവിധ മേഖലകളിൽ ഉപരോധ നടപടികൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉപരോധം ഇറാന് വലിയ തിരിച്ചടിയാണ്. സാമ്പത്തികമായും മറ്റു തലങ്ങളിലും ഇറാൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് കാര്യമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും അതിൽ വിഷമമുണ്ടെന്നും ഇറാനുമായി ചർച്ചകളിലൂടെ നിലവിലെ സാഹചര്യത്തിൽ കുറേയൊക്കെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പ്രത്യാശ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം നിരന്തരമായി ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട്, മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട്, ഖാദർ മിസൈൽ അടക്കമുള്ളവ പരീക്ഷിച്ചുകൊണ്ട്, എന്തിനേറെ പറയുന്നു, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഖയാം 100 മിസൈൽ പരീക്ഷിച്ചു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും 4ാം തലമുറ മിസൈലായിട്ടുള്ള ഖയാം 105 വികസിപ്പിച്ച് അത് ലോഞ്ച് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ. ഇങ്ങനെ നിരന്തരമായി ആയുധങ്ങൾ പരീക്ഷിക്കുന്നു, നിരന്തരമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സുപ്രധാനമായ വാർത്ത വന്നിരുന്നു. ഒമാൻ കടൽ തീരത്തുള്ള, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിലുള്ള അമേരിക്കയുടെ സൈനിക കപ്പലുകളെ, അമേരിക്കൻ നാവികസേനയുടെ പടക്കപ്പലുകളെ, ഡിസ്ട്രോയറുകളെ ആക്രമിക്കാനുള്ള വലിയ നീക്കം ഇറാൻ നടത്തുന്നു. അവിടേക്ക് ആക്രമണം നടത്താൻ തക്ക ശേഷിയുള്ള നാവിക മിസൈലുകൾ, മറൈൻ മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നു. ആ മിസൈലുകളുടെ പരീക്ഷണം ഇറാൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ അമേരിക്കയുടെ നാവികസേന പടക്കപ്പലുകളെ ഇറാൻ ലക്ഷ്യം വയ്ക്കുമെന്നും വളരെ വേഗത്തിൽ, വളരെ ഈസിയായി ആ പടക്കപ്പലുകളിലേക്ക് എത്താൻ കഴിയും തരത്തിൽ മിസൈലുകളെ കൃത്യമായി വിന്യസിച്ചുവെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കത്തിലാണ്, സൈനിക നീക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയും അമർഷവും അമേരിക്കയ്ക്കുണ്ട്. അതുതന്നെയാണ് അമേരിക്കയുടെ പുതിയ നീക്കത്തിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയൊരു മുന്നറിയിപ്പ് ഇറാൻ ഉണ്ടായിരുന്നു.
പലതവണയായി തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ആ വധശ്രമത്തിന് പിന്നിൽ ഇറാനാണെന്നുള്ളത് വ്യക്തമാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ തനിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ, തനിക്കെതിരെയുള്ള ആക്രമണം വിജയിച്ചാൽ അടുത്ത നിമിഷം ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാവും. അതിനുള്ള ഉത്തരവ് താൻ നൽകിയിട്ടുണ്ടെന്നും അതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പോൾ പരസ്യമായൊരു പൊതുവേദിയിൽ ഇറാനെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശമാണ്, ആഹ്വാനമാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. ഇറാൻ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടണം. ഇറാൻ എന്ന രാജ്യം ഇനി ഉണ്ടാകരുത്. ഇത്രത്തോളം തീവ്രവാദം വളർത്തുന്ന, തീവ്രവാദത്തിന് വഴിമരുന്നിടുന്ന, വെള്ളവും വളവും നൽകി അതിനെ വളർത്തുന്ന ഒരു രാജ്യം ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന കർശനമായ നിർദ്ദേശം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം ശിരസ അംഗീകരിക്കാൻ തയ്യാറായ ഒരു ഭരണകൂടമുണ്ടെന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നിർണായകമായ കൂടിക്കാഴ്ചകളിൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്ക നിർദ്ദേശം നൽകിയെന്നുള്ള വാർത്തകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നു. അത് ചിലപ്പോൾ യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു ഉത്തരവ് മാത്രം മതി ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ സംബന്ധിച്ച മുഴുവൻ സ്കെച്ചും പ്ലാനും ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരന്മാർ അത് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ആണവായുധങ്ങൾ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത്, എവിടെയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത്, എവിടെയാണ് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത്, എവിടെയാണ് അവരുടെ മിസൈൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ ഇസ്രായേലിന് കൃത്യമായി അറിയാം. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു അനുമതി കൊടുത്താൽ മതി, ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ താറുമാറാകും, ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ കത്തിയമരും, വലിയ ആക്രമണം ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തും. പക്ഷേ അതിന് അമേരിക്കയുടെ ഒരു അനുമതി മാത്രമായിരുന്നു ഇത്രയും കാലം വേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ലഭിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉപഗ്രഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന്, ചാരക്കണ്ണുകളിൽ നിന്ന് ഇവയെ മാറ്റി നിർത്തുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിക്കടിയിൽ നിർമ്മിച്ച പടുകൂറ്റൻ ടണലുകളിലാണ് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത്. നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇതിനകം തന്നെ ഇറാൻ വിജയിച്ചു എന്നുള്ള വിവരങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഉത്തര കൊറിയയുടെ സാങ്കേതിക സഹായത്തോടെ, ഉത്തര കൊറിയയുടെ മറ്റ് ശാസ്ത്ര സഹായത്തോടു കൂടിയാണ്, അവർ നൽകിയ ഡിസൈൻ അനുസരിച്ചാണ് ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത്.